നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവൾക്കൊപ്പമാണ് സാർ, സ്ത്രീകൾക്കൊപ്പമാണ് സാർ എന്നൊക്കെ പറയുന്ന CPM നേതാക്കന്മാർ. പക്ഷേ സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കന്മാർ കാണിക്കുന്ന കണ്ണൻ തിരിവിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഗതാഗത മന്ത്രിയായ KV ഗണേഷ് കുമാറിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ കുറിച്ച്. മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത ഒന്ന് പാലക്കാട് MLA ആയ കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണ പരാതികളെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് തന്നെ പറയാം. പക്ഷേ ആ വിഷയം അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് CPM നേതാക്കന്മാരും മുഖ്യമന്ത്രിയും അടക്കം എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. ധാർമ്മികതയുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോയിക്കോളൂ എന്നുള്ള ഒരു തീരുമാനം. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കട്ടെ എന്നുള്ളതായിരുന്നു മൈക്ക് കിട്ടുമ്പോഴൊക്കെ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ പ്രസംഗിച്ചത്. എന്നാൽ സമാനതകളോടെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അത് തന്നെ ഇപ്പോൾ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിനും ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പക്ഷേ നിലപാടും ധാർമ്മികതയൊക്കെ നേരെ ഉൾട്ടയായി മാറിയിട്ടുണ്ടെന്നാണ്. അവർ ചെയ്യുന്നതാണെങ്കിൽ ആഹാ എന്നും ഞങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അതത്ര വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം രാജിയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു ഗതാഗത മന്ത്രി. അതായത് മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് ഉണ്ട് എന്ന് ചുരുക്കം. പക്ഷേ മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ മകളുടെ കാര്യം മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ വിജയന് വലിയ പടി വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത മന്ത്രിക്കെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണത്തിൽ രാജിയില്ല എന്ന് മന്ത്രി KV ഗണേഷ് കുമാർ തീരുമാനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വീണ വിജയനെതിരെ അടക്കം പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും മുൻ DGP R ശ്രീലേഖയ്ക്കുമെതിരെയാണ് പരാതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു എന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ പരാതിയുമായിട്ട് രംഗത്തേക്ക് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നില്ല എന്നുള്ള തീരുമാനം പുറത്തു വരികയായിരുന്നു. ഇതോടുകൂടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. ഭാര്യ ബിന്ദു മേനോനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നും ഈ വിവാദം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് എന്നുള്ള വിലയിരുത്തൽ വരുമ്പോഴാണ് ഇതൊക്കെ തന്നെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങളെ ഒന്നുമല്ല എന്നുള്ള രീതിയിലൊക്കെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു മന്ത്രി ഒരു യുവതിക്കെതിരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു യുവതിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പോലീസ് സംവിധാനങ്ങളെയൊക്കെ അടക്കം തന്റെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഇവിടെ എടുത്തു പറയാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ മന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളെയോ ആഗ്രഹങ്ങളെയോ പ്രവർത്തനങ്ങളെയോ ഒന്നും തന്നെയല്ല. എന്തായാലും മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഗണേഷ് കുമാർ വിഷയത്തിൽ വിശദീകരണങ്ങൾ നൽകുന്നു. താൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. രാജിയുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിന് എന്നുള്ള ലാഘവത്തോടെയായിരുന്നു മന്ത്രിയുടെ മറുപടി. KSRTC ആശുപത്രി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ പഴിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഗണേഷ് കുമാറിനെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി DGPയോട് വിവരങ്ങൾ തേടി എന്നുള്ളതാണ് സൂചന. മന്ത്രിയുടെ വാളകത്തെ വീട്ടിൽ ശനിയാഴ്ച നടന്ന സംഭവങ്ങളും പോലീസ് ഇടപെടലുകളും DGP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതായാണ് സൂചനകൾ. താൻ രാജിവെക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട, ഇത് തന്റെ വിടവാങ്ങൽ പ്രസംഗം മാത്രമായി കണക്കാക്കുക, എന്തായാലും വികസനം തുടരണം എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ഗംഭീരമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ള ഒരു പരിഹാസവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ പൊതുപരിപാടിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നിസാരമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കൂടെ പോകാം. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതിലും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇന്റർവ്യൂ തന്നതും എന്റെ കഴിവുകൾ അംഗീകരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറെ നാളായിട്ട് ചോദിച്ചു തന്നു, പക്ഷെ തന്നതിന്റെ ഫലം എനിക്ക് തന്നു.
സന്തോഷം. ഞാൻ മന്ത്രിസ്ഥാനം കൂട്ടി പോയാലും നിങ്ങൾ അത് തുടങ്ങണം എന്ന് ഞാൻ പറയുകയാണ്. ഇതാണ് വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിത ഞാൻ മുറിച്ചു തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്നൊക്കെ വിചാരിച്ച് അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല, മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമ പ്രവർത്തകരോട് വളരെ മാന്യമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുന്നു. പക്ഷെ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇന്നും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങളിൽ ഞാൻ ഇന്റർവ്യൂ തന്നതും എന്റെ കഴിവുകൾ അംഗീകരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറെ നാളായിട്ട് ചോദിച്ചു തന്നു, പക്ഷെ തന്നതിന്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നന്ദി, നമസ്കാരം. Allah